26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. പണ്ട് കർഷകർ ക്ലോക്കില്ലാത്ത കാലത്ത്, സമയത്തിൻ്റെ കലണ്ടർ ഇല്ലാതിരുന്ന കാലത്ത് അവരാകാശത്തേക്ക് നോക്കി, നിഴല് നോക്കി, സൂര്യപ്രകാശം നോക്കി കാലാവസ്ഥയെ ഗണിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവരുടെ വാക്കിനപ്പുറം, അവരുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറം ഒരു മഴയും പെയ്യില്ല, ഒരു വെയിലും വരില്ല. അതിൻ്റെ മുന്നറിയിപ്പ് അവർക്കറിയാമായിരുന്നു. ഇന്ന് പക്ഷേ അതല്ല സ്ഥിതി. കാലാവസ്ഥ മാറ്റം ലോകത്തെ ആകെ കീഴ്മേൽ മറിച്ചിരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ ഇരകളാണ് കർഷകർ എന്ന് നമ്മൾ തിരിച്ചറിയണം. ആദ്യത്തെ ഇരകളാണ്. കാരണം ആ കാർഷിക കലണ്ടർ, അവരുടെ മനസ്സിലുള്ള ധാരണകളൊന്നും അവർക്ക് നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. ഓരോ പ്രളയമുണ്ടാകുമ്പോഴും, ഓരോ വരൾച്ചയുണ്ടാകുമ്പോഴും അതിലെ ഏറ്റവും വലിയ ഇരകൾ പാവപ്പെട്ട കർഷകരാണ്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക വൃത്തി തിരിച്ചു കൊണ്ടുവരാൻ, കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ള ശക്തമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകണം. ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയം അത് തന്നെയാണ്. നാടിന്റെ നട്ടലായ കർഷകർ കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭങ്ങളും കാരണം കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇവരെ ചേർത്തുപിടിച്ചുള്ള പുതിയ കാർഷിക നയങ്ങളും പദ്ധതികളുമായി സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി. നെൽകർഷകർക്കുള്ള അധ്വാനബലം ലഭ്യമാക്കാൻ നടപടിയെടുത്തതും, റബ്ബറിന്റെ വില 200 നിന്ന് 280 രൂപയാക്കിയതും, പ്രളയത്തിലും പ്രകൃതിക്ഷോഭങ്ങളിലും ഉണ്ടാകുന്ന കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാര തുക കൂട്ടിയതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കൃഷിനാശവും വന്യജീവി ഭീഷണിയും തടയാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളും പ്രാചീന രീതികളും കോർത്തിണക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ബ്രാൻഡ് എന്ന പേരിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുമെന്നും ഇവയുടെ കയറ്റുമതിക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വന്യജീവി ആക്രമണം അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടി ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടി സഹായത്തോടു കൂടി ആധുനികമായ സങ്കേതങ്ങൾ ഞങ്ങൾ അതിനുവേണ്ടി ഒരുക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 200 കോടി രൂപയാണ് വന്യജീവി ആക്രമണത്തിൽ നിന്നും മലയോരത്തുള്ള കർഷക ജനതയെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ ഫലപ്രദമാക്കി പ്രാചീനമായ സംവിധാനങ്ങളെയും ആധുനികമായ സംവിധാനങ്ങളെയും കൊണ്ട് കൂട്ടിയിണക്കി ഏറ്റവും ഫലപ്രദമായ സംവിധാനം അവർക്കുണ്ടാകും. കർഷകരെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകും. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് സംഭരണ പരിപാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ആലോചിക്കുകയാണ്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് മറ്റ് സമയങ്ങളിൽ മാർക്കറ്റിൽ വില കൂടുന്ന സമയത്ത് അത് വിൽക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങളെക്കുറിച്ച് ഗവൺമെന്റ് ഗൗരവമായി ആലോചിക്കും. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മോഡൽ, വലിയ സംഭരണ ശേഷി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന കാര്യം ഗവൺമെന്റിന്റെ പരിഗണനയിലാണ്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ ഭൂമി സംബന്ധമായ ധാരാളം നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ വിപ്ലവകരമായ നിയമങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇന്ന് കാലം മാറി. ആവശ്യമായ ഭേദഗതികൾ ഭൂനിയമങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഗവൺമെന്റ് അതിനുശേഷവും പ്രഖ്യാപിച്ചു. കേരളത്തിലെ തോട്ടങ്ങൾ പൂട്ടിക്കിടക്കുകയാണ്. ആ തോട്ടങ്ങൾ പൂട്ടിക്കിടക്കുമ്പോൾ പാവപ്പെട്ട ലയത്തിലുള്ള പാവപ്പെട്ടവർ പട്ടിണിയിലാണ്. കാർഷിക വൃത്തിയിൽ നിന്ന് അടുത്ത ജനറേഷൻ പിന്മാറുകയാണ്. ആ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളെ തുറന്നു പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് വരിക. ഭൂനിയമങ്ങളിൽ ഭേദഗതി വരുത്തിയ ഒരു സംശയം വേണ്ട. ഭൂപരിഷ്കരണം 2ാം ഘട്ടം ആരംഭിക്കുക. ആ നിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തും. അവിടെ കണ്ടീഷനിലായി അവിടെ ടൂറിസം കൂടുതൽ തുടങ്ങാനുള്ള സംവിധാനം ഉണ്ടാവും. ടൂറിസം തുടങ്ങുമ്പോൾ അവിടുത്തെ കാർഷിക വ്യവസ്ഥയെ ബാധിക്കാത്ത തരത്തിൽ, അവിടുത്തെ ഇക്കോസിസ്റ്റത്തെ ബാധിക്കാത്ത തരത്തിൽ അവിടെ ടൂറിസത്തിനുള്ള അവസരം ഉണ്ടാകും. അതുപോലെ നമുക്കറിയാം, തെക്ക് കിഴക്കൻ ഏഷ്യ രാജ്യങ്ങളിൽ അവക്കാഡോ, റംബുട്ടാൻ തുടങ്ങി നിരവധി ഫ്രൂട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതേ ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ് കേരളത്തിൻ്റെത്. അതെല്ലാം ഇവിടെ ഉണ്ടാകുന്നതാണ്. അപ്പം മൾട്ടി ക്രോപ്സ് ഈ പ്ലാന്റേഷനുകളിൽ അനുവദിക്കാനുള്ള തീരുമാനം ഗവൺമെന്റ് എടുക്കാൻ പോയാ.
അതോടൊപ്പം ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ഈ ക്രോപ്പെല്ലാം വാല്യൂ അഡീഷൻ നടത്തി ഉൽപ്പന്നങ്ങളാക്കി നമുക്ക് കയറ്റുമതി ചെയ്യണം. ഈ വാല്യൂ അഡീഷൻ കേരളത്തിലെ സുഗന്ധദ്രവ്യങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം വാല്യൂ അഡീഷൻ ചെയ്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി അങ്ങനെ ആക്കിയാൽ അതിന് കേരള ബ്രാൻഡ് കൊടുക്കാൻ പോയാൽ കേരള ബ്രാൻഡ്, കേരളത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കേരള ബ്രാൻഡ്. നാളെ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കയറ്റുമതി ഇറക്കുമതി പരിപാടികൾ ആരംഭിക്കുകയാണ്. സംരംഭം തുടങ്ങിയ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ നാഴികക്കല്ലാവാൻ പോവുകയാണ് ആ കയറ്റുമതി ഇറക്കുമതി സംരംഭങ്ങൾ തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സുഗന്ധദ്രവ്യങ്ങളായാലും മറ്റുൽപ്പന്നങ്ങളായാലും ഒളിയോർസൻസ് ആയാലും അതെല്ലാം ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ പകുതി ചെലവിൽ കയറ്റുമതി ചെയ്യാൻ കഴിയും. ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ 1/3 സമയത്ത് കയറ്റുമതി ചെയ്യാൻ കഴിയും. അപ്പം ഇനി കേരള ഉൽപ്പന്നങ്ങൾക്ക് കേരള സർക്കാർ കേരള ബ്രാൻഡ് കൂടി കൊടുത്തുകൊണ്ട് കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ കയറ്റുമതി ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ കൂടി ഏർപ്പെടുത്തും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, കർഷകരെ മറക്കില്ല ഈ ഗവൺമെന്റ്. കൊച്ചി കളമശ്ശേരിയിൽ സംസ്ഥാനതല കർഷക ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കർഷകരെ കൂടുതൽ കരുത്തുറ്റവരാക്കാനുള്ള സമഗ്ര പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന കൃഷിമന്ത്രി ടി സിദ്ദിഖും പറഞ്ഞു. സ്കൂളുകളിലെ കാർഷിക ക്ലബ്ബുകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്ന കാര്യം പരിഗണിക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ സ്കൂളുകളിൽ മുഴുവൻ കതിർ കാർഷിക ക്ലബ്ബുകൾ ആരംഭിക്കുകയാണ്. ആ കുട്ടികൾക്ക് ഒരു നോഡൽ ടീച്ചറും അതിന് ബാക്കപ്പ് കമ്മിറ്റിയും ഉണ്ടാകും. കതിർ സഞ്ചാരമുണ്ടാകും. കാർഷിക മേഖലകളിലൂടെ, സ്ഥാപനങ്ങളിലൂടെ കതിർ മാർക്കറ്റുകൾ നമ്മൾ തീരുമാനിക്കുകയാണ്. ഉച്ചഭക്ഷണ പദ്ധതിയുമായി അതിനെ സംയോജിപ്പിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ കാർഷിക കതിർ ക്ലബിൽ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും ഗ്രേസ് വെയിറ്റേജ് മാർക്ക് കൊടുക്കാനുള്ള നടപടി ഉൾപ്പെടെ കേരളത്തിൽ ആരംഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മ പദ്ധതിയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും കടന്നു പോവുകയാണ്. ഞാനൊരൊറ്റ കണക്കുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. 1258 പച്ചക്കറികളിൽ പരിശോധന നടത്തിയപ്പോ 122ഓളം വരുന്ന പരിശോധനകൾ ഒറ്റയടിക്ക് നടത്താൻ ശേഷിയുള്ള വെള്ളായണി കാർഷിക ലാബ് ഉൾപ്പെടെ, മണ്ണുത്തി ലാബ് ഉൾപ്പെടെ കേരളത്തിലെ കൃഷി വകുപ്പിന്റെ കീഴിലുള്ളതായ ലാബുകളിൽ പരിശോധിച്ച സന്ദർഭത്തിൽ അതിൽ 62 ക്രമാതീതമായിട്ടുള്ള പെസ്റ്റിസൈഡ്സും ക്രമാതീതമായിട്ടുള്ള വിഷാംശവും കണ്ടെത്തുകയുണ്ടായി. പരിഹരിക്കാനുള്ള ഏക മാർഗം കാർഷിക വൃത്തിയിലേക്ക് നമ്മൾ തിരിച്ചു പോകുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് കതിർ ക്ലബ്ബുകളും അതുപോലെയുള്ള നൂതനമായ പദ്ധതികളും പരിപാടികളുമായി കേരളത്തിലെ കൃഷി വകുപ്പ് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിന്റെ ഒക്കെ കൂടെ പൊതുസമൂഹത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകണം എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. കാർഷിക രംഗത്തെ സമഗ്ര സംഭാവനകളുടെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി അവാർഡ് പാരമ്പര്യ വിത്ത് സംരക്ഷകൻ ചെറുവയൽ രാമന് മുഖ്യമന്ത്രി സമ്മാനിച്ചു. സംസ്ഥാന സർക്കാർ 38 വിഭാഗങ്ങളിലായി നൽകുന്ന വിവിധ കർഷക അവാർഡുകളും കൊച്ചി കളമശ്ശേരിയിൽ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തു. ജില്ലയിൽ നിന്നുള്ള വിവിധ ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. Subscribe to One India and never miss an update.